മോർണിംഗ് പ്രൈം ടൈമിലേക്ക് സ്വാഗതം. വെന്തുരുകി കേരളം. വയനാടും ഇടുക്കിയും ഒഴികെയുള്ള ജില്ലകളിൽ ഇന്നും കനത്ത ചൂട് തുടരുമെന്ന് മുന്നറിയിപ്പ്. 2 മുതൽ 3 ഡിഗ്രി വരെ താപനില ഉയരാൻ സാധ്യതയെന്നാണ് റിപ്പോർട്ട്. ചൂട് കുറയാത്തതിനാൽ സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ജാഗ്രത തുടരും. കൊടും വേനലിൽ വെന്തുരുകുകയാണ് സംസ്ഥാനം. വേനൽ മഴ വൈകുന്നതിനാൽ ചൂട് തുടരും. വയനാടും ഇടുക്കിയും ഒഴികെയുള്ള ജില്ലകളിൽ ഇന്നും കനത്ത ചൂട് അനുഭവപ്പെടും. ഉയർന്ന താപനില ശരാശരിയിൽ നിന്നും 2 മുതൽ 3 ഡിഗ്രി വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. നാളെ വരെ അതീവ ജാഗ്രത തുടരാൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട്. ജാഗ്രതാ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന ദിവസങ്ങളിൽ സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികളുടെ അവധിക്കാല ക്ലാസുകൾ ഒഴിവാക്കണം. പ്രായമായവർ, ഗർഭിണികൾ, കുട്ടികൾ, രോഗികൾ തുടങ്ങിയവർ പകൽ 11 മുതൽ 3 മണിവരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇരുചക്ര വാഹനങ്ങളിൽ ഓൺലൈൻ ഭക്ഷണ വിതരണം നടത്തുന്നവർ സുരക്ഷിതരാണെന്ന് അതാത് സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തണം. കനത്ത ചൂടിൽ ഇന്നലെ 117 പേരാണ് ചികിത്സ തേടിയത്. സൂര്യാതപത്തിൽ 65 പേർക്ക് പൊള്ളലേറ്റു. ഒരാഴ്ച കൂടി ഈ സ്ഥിതി തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിക്കുന്നത്. എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂമുകൾ പ്രവർത്തനം തുടങ്ങി. ന്യൂസ് 18 തിരുവനന്തപുരം. സൂര്യാതപം ശക്തമായ സാഹചര്യത്തിൽ കരുതൽ നടപടികളുമായി എറണാകുളം ജില്ലാ ഭരണകൂടം. ഉച്ചയ്ക്ക് 11 മണിക്കും വൈകിട്ട് 3 മണിക്കുമിടയിൽ തൊഴിൽ ചെയ്യിക്കുന്നവർക്കെതിരെ ക്രിമിനൽ കേസെടുക്കുമെന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി. ജില്ലയിൽ കൂടുതൽ കൺട്രോൾ റൂമുകളുടെ പ്രവർത്തനം ആരംഭിച്ചു. എറണാകുളം ജില്ലയിൽ സൂര്യതപം ഏൽക്കുന്നവരുടെ എണ്ണം കൂടുകയാണ്. ഈ സാഹചര്യത്തിലാണ് ചൂടിനെ നേരിടാൻ കൂടുതൽ നടപടികളുമായി ജില്ലാ ഭരണകൂടം രംഗത്തെത്തിയത്. കടുത്ത ചൂടിനെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാനായി കൂടുതൽ കൺട്രോൾ റൂമുകൾ സജ്ജമാക്കി. ഒപ്പം സൂര്യതപം ഏറ്റാൽ ആവശ്യത്തിന് ചികിത്സ നൽകാൻ ആശുപത്രികളിൽ സൗകര്യമൊരുക്കിയിട്ടുണ്ടെന്നും കളക്ടർ മുഹമ്മദ് വൈ സഫീറുള്ള വ്യക്തമാക്കി. ഉച്ചസമയത്ത് കൊടും ചൂടിൽ തൊഴിലാളികളെ ജോലിയെടുപ്പിക്കുന്നവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇനിയും ലംഘിച്ചാൽ കർശന നടപടിയുണ്ടാകും. 11 to 3 നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 3 ദിവസം മുൻപ് ഒരു റെയ്ഡ് നടത്തിയിരുന്നു. 7 സ്ഥലങ്ങൾക്ക് ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് എൻഫോഴ്സ്മെൻറ്റ് വിങ് സ്റ്റോപ്പും ഇട്ടിട്ടുണ്ട്. ഞാൻ ഒരു 3 ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് 3 സ്ഥലങ്ങളിൽ വർക്ക് സൈറ്റിലും കൊടുത്തിട്ടുണ്ട്. അത് പേഴ്സണലി ഫോളോ ചെയ്യുന്നുണ്ട്. അത് അൺഫോർച്ചുനേറ്റ്ലാണ് എല്ലാ സ്ഥലങ്ങളും ഒരു ദിവസത്തിലും ഇൻസ്പെക്ഷൻ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ സ്ഥലങ്ങൾ കുറേ ചെയ്തത് ഫൈനൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്താൽ നമ്മളല്ലെങ്കിൽ അടുത്ത ലെവലിലെ കേസ് എടുക്കേണ്ടതായിരിക്കും. ജില്ലയിൽ ജലക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ ആവശ്യത്തിന് കുടിവെള്ളം എത്തിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും കളക്ടർ വ്യക്തമാക്കി. ന്യൂസ് 18 കൊച്ചി. LLB 4ാം സെമസ്റ്റർ പരീക്ഷകൾ ഏപ്രിലിൽ തന്നെ നടത്തുമെന്ന് കാലിക്കറ്റ് സർവകലാശാല. വേനൽ ചൂടും അവധിക്കാലവും കണക്കിലെടുത്ത് പരീക്ഷകൾ നീട്ടിവയ്ക്കണമെന്ന മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം മറികടന്നാണ് തീരുമാനം. ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് വിദ്യാർത്ഥികൾ. കോഴിക്കോട്, തൃശൂർ ഗവൺമെന്റ് ലോ കോളേജുകൾ ഉൾപ്പെടെ 8 കോളേജുകളിൽ നിന്നായി 1000-ഓളം വിദ്യാർത്ഥികളാണ് LLB 4ാം സെമസ്റ്റർ പരീക്ഷ എഴുതേണ്ടത്. ഫെബ്രുവരിയിൽ നടക്കേണ്ട പരീക്ഷ പല കാരണങ്ങൾ കൊണ്ട് നീട്ടിവെച്ച് ഏപ്രിലിൽ എത്തി. ഏപ്രിൽ 1 മുതൽ 12 വരെയാണ് പരീക്ഷ. പക്ഷേ കോളേജുകളും ഹോസ്റ്റലും വേനലവധിക്ക് അടച്ചിരിക്കുന്നു. ഇനി അഥവാ ഹോസ്റ്റൽ തുറന്നാലും കുടിവെള്ളം പോലും കിട്ടാനില്ല. കോഴിക്കോട്, തൃശൂർ കോളേജുകളിൽ തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ സൂക്ഷിച്ചിരിക്കുന്നതും പരീക്ഷാ നടത്തിപ്പിന് തടസ്സമാണ്. യൂണിവേഴ്സിറ്റി ഇതൊരു വാശിയായിട്ടാണ്. സാധാരണ ചെറിയൊരു കാര്യത്തിന് പോലും എക്സാമുകൾ മാറ്റിയേക്കുന്ന യൂണിവേഴ്സിറ്റി ഈ ഒരു മാർച്ച് മാസത്തിൽ നടക്കേണ്ട ഒരു എക്സാം എടുത്തു. മാർച്ച്, ഫെബ്രുവരി ലാസ്റ്റ്. അപ്പം അത് ഏപ്രിലിൽ തന്നെ വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്കാണ് യൂണിവേഴ്സിറ്റി പരീക്ഷ ഏപ്രിലിൽ നടത്താനുള്ള ബുദ്ധിമുട്ടുകൾ കോളേജ് പ്രിൻസിപ്പൽ പരീക്ഷാ കൺട്രോളറെ അറിയിച്ചെങ്കിലും ഫലമുണ്ടായില്ല. വിദ്യാർത്ഥികൾ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചതിനെ തുടർന്ന് പരീക്ഷകൾ മാറ്റിവെക്കാൻ സർവകലാശാല രജിസ്ട്രാറോട് കമ്മീഷൻ നിർദ്ദേശിച്ചു. എന്നാൽ ഈ തീയതികളിൽ തന്നെ പരീക്ഷ നടത്തുമെന്ന നിലപാടിലാണ് സർവകലാശാല. അതത് കോളേജുകളിൽ പരീക്ഷ നടത്താൻ കഴിയില്ലെങ്കിൽ മറ്റു സെന്ററുകൾ കണ്ടെത്തുമെന്നാണ് നിലപാട്. സർവകലാശാലയുടെ നടപടിക്കെതിരെ ഹൈക്കോടതിയിൽ റിട്ട് ഹർജി ഫയൽ ചെയ്യാനൊരുങ്ങുകയാണ് വിദ്യാർത്ഥികൾ. ന്യൂസ് 18 കോഴിക്കോട്. ദിനംപ്രതി ചൂട് കൂടുന്നതോടെ സംസ്ഥാനത്ത് എയർ കണ്ടീഷനുകളുടെ വിൽപ്പന വർദ്ധിച്ചു. ഇതോടെ തവണ വ്യവസ്ഥകളുമായി വായ്പാ സൗകര്യങ്ങളുമായും വ്യാപാരികളും സജീവമാണ്. ചൂട് കൂടുന്നതോടെ വലിയ വിൽപ്പനയാണ് AC-യുടെ വിപണിയിലുണ്ടാകുന്നത്. കഴിഞ്ഞ തവണ മധ്യവേനലിൽ മഴ ലഭിച്ചതുകൊണ്ട് വിൽപ്പനയിൽ കുറവുണ്ടായിരുന്നു. എന്നാൽ ഇക്കുറി മഴ ഒഴിഞ്ഞതും ചൂട് പ്രവചനാതീതമായി ഉയരുന്നതും AC-യുടെ വിൽപ്പനയും വർദ്ധിപ്പിക്കുകയാണ്. സീസണിന്റെ തുടക്കത്തിൽ തന്നെ മികച്ച വിൽപ്പന ലഭിച്ചതായി വ്യാപാരികൾ പറയുന്നു.
ആഡംബരമായി കണ്ടിരുന്ന AC ഇപ്പോൾ ഒരു അവശ്യ വസ്തുവായി പല വീടുകളിലും എത്തിക്കഴിഞ്ഞു. ഇത്തവണ ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതിന് മുകളിലുള്ള ഒരു സെയിലാണ് വരുന്നത്. കാരണം ചൂട് നന്നായിട്ട് കൂടി ആൾക്കാർക്ക് പറ്റുന്നില്ല മാനേജ് ചെയ്യാനായിട്ട് വിത്തൗട്ട് AC. അപ്പം ഇത്രയും ഫാസ്റ്റായിട്ട് ഇത്രയും ബൾക്കായിട്ട് എനിക്കൊന്ന് മുമ്പ് 2016 ഈ സെയിൽ വന്നത്. അപ്പോൾ അതൊരു വലിയ ചലഞ്ചാണ് അവിടെ. ഇപ്പോൾ ഞങ്ങളൊക്കെ 24 hours ഗോഡൗൺസ് വർക്കിംഗ് ആണ്. എക്സിക്യൂഷനും ഈ ഫിറ്റിംഗ് അത് ഒത്തിരി ടൈം എടുക്കുന്ന പരിപാടി. അപ്പോൾ അത് നല്ല രീതിയിൽ ഫാസ്റ്റായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 1 ടൺ ഇൻവെർട്ടർ AC-ക്കാണ് ആവശ്യക്കാർ കൂടുതലും. മാസത്തവണയിൽ വായ്പ അനുവദിക്കുന്നതും ഓഫറുകളും വിൽപ്പന ഉയർത്തുന്നതിന് സഹായകരമായിട്ടുണ്ട്. 3 ലക്ഷം AC യൂണിറ്റുകളുടെ വിൽപ്പനയാണ് 3 മാസം കൊണ്ട് സംസ്ഥാനത്ത് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. ഏറ്റവും വലിയ ചൂടുകാലത്താണ് കേരളം കടന്നുപോകുന്നത്. താപനില അനുദിനം ഉയരുന്നു. പകൽ നേരം പുറത്തിറങ്ങുന്നത് അതീവ അപകടകരം. ഈ ആഴ്ച കൂടി ഈ സാഹചര്യം തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ നിഗമനം. രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 3 വരെയുള്ള സമയത്ത് പുറത്തിറങ്ങുന്നത് നിയന്ത്രിക്കുകയെന്നതാണ് പ്രതിരോധ മാർഗമായി പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. ഈ സമയത്ത് പുറം ജോലികൾ ചെയ്യിക്കുന്നത് തടയാൻ ജില്ലാ ഭരണകൂടങ്ങൾ നടപടികളും എടുത്തിട്ടുണ്ട്. സൂര്യാതപമേൽക്കുന്നവരുടെ എണ്ണം ഓരോ ദിവസവും കൂടുന്ന സാഹചര്യത്തിലാണ് നടപടികൾ കർക്കശമാക്കിയിരിക്കുന്നത്. അതേസമയം പല മേഖലകളിലും ഈ സമയത്ത് പുറം ജോലികൾ വേണ്ട വിധം നിയന്ത്രിക്കാനായിട്ടുണ്ടോ എന്നത് ചോദ്യമായി തുടരുകയാണ്. സൂര്യാതപം തടയാനുള്ള മുൻകരുതലുകൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന കാര്യം തന്നെയാണ് ഈ സാഹചര്യത്തിൽ പരിശോധിക്കപ്പെടേണ്ടത്. ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് 18 പൊതുവേദിയും ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. രാവിലെ 7:30 മുതൽ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0471 66 15 881. തൊടുപുഴയിൽ രണ്ടാനച്ഛന്റെ ക്രൂരമർദ്ദനത്തിനിരയായ 7 വയസ്സുകാരന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു. നിലത്തേക്ക് വലിച്ചെറിഞ്ഞതിനെ തുടർന്ന് തലച്ചോറിന് ഗുരുതരമായി പരിക്കേറ്റ കുട്ടി വെന്റിലേറ്ററിലാണ്. ഇടുക്കി ചൈൽഡ് ലൈനിന്റെ നിർദ്ദേശത്തെ തുടർന്ന് രണ്ടാനച്ഛൻ അരുൺ ആനന്ദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുകയാണ്. അനീഷ്, കുട്ടിയുടെ നില ഇപ്പോൾ എങ്ങനെയുണ്ട്? എന്താണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം? ഏറ്റവും ഒടുവിൽ നമ്മൾ ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോഴും കുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടിയന്തരമായ ചില ശസ്ത്രക്രിയകൾ നടത്തിയ ശേഷം കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകിയിരിക്കുകയാണ്. അതായത് വെന്റിലേറ്ററിലേക്ക് കുട്ടിയെ മാറ്റിയിരിക്കുകയാണ്. എന്തായാലും കുട്ടിയുടെ ജീവൻ അപകടനില തരണം ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറുവശത്ത് രണ്ടാനച്ഛൻ അരുണിനെതിരായ നിയമ നടപടികളുമായി കർശനമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. കുട്ടികൾക്കെതിരായ അതിക്രമത്തിനൊപ്പം വധശ്രമം അടക്കമുള്ള കുറ്റങ്ങൾ ചേർത്ത് ഇയാൾക്കെതിരെ കേസെടുക്കണമെന്നാണ് ജില്ലാ ചൈൽഡ് ലൈൻ പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്നാലും ഇന്നലെ വൈകുന്നേരം മുതൽ രണ്ടാനച്ഛൻ തൊടുപുഴ പോലീസിന്റെ കൈവശമുണ്ട്. ഇന്ന് ഒരു 10-11 മണിക്കൂർ തന്നെ അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തും എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. എന്തായാലും കുട്ടിയുടെ ജീവൻ നിലനിർത്താനുള്ള തീവ്രമായ ശ്രമങ്ങൾ ഒരു വശത്ത് പുരോഗമിക്കുക തന്നെയാണ്. അനീഷ്, ഇതിൽ കുട്ടിക്ക് നേരെ ക്രൂരമായ മർദ്ദനം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണോ പോലീസിന്റെ നിഗമനം? തീർച്ചയായും ക്രൂരമായ മർദ്ദനം കുട്ടിക്ക് ഏറ്റിരുന്ന സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. ഈ സംബന്ധിച്ച് അത്തരത്തിൽ തന്നെയാണ് ഇളയ കുട്ടി 4 വയസ്സുകാരൻ ചൈൽഡ് ലൈന് മൊഴി നൽകിയിരിക്കുന്നത്. മിനിഞ്ഞാന്ന് രാത്രിയോടുകൂടിയാണ് ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിക്കുന്നത്. ഇവിടെ ഡോക്ടർമാർ പ്രാഥമികമായി പരിശോധനകൾ നടത്തിയെങ്കിലും സ്ഥിതിഗതി തീരെ വഷളാന്ന് കണ്ടതിനെ തുടർന്ന് കോലഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഈ ആദ്യഘട്ടത്തിൽ കുട്ടിയെ പരിശോധിച്ചപ്പോൾ തന്നെ വലിയ പരിക്കുകൾ ഏറ്റിരുന്നു എന്ന് വ്യക്തമാക്കി. ഒന്നെങ്കിൽ ഭിത്തിയിലേക്ക് തല ഇടിപ്പിച്ചതോ അല്ലെങ്കിൽ കുട്ടിയെ വലിച്ചെറിഞ്ഞതാവാനുള്ള സാധ്യതകളാണ് ഡോക്ടർമാർ പറഞ്ഞത്. ഇതേ തുടർന്നാണ് ഈ ചൈൽഡ് ലൈനും പോലീസും അടക്കമുള്ള ആളുകൾ ഇക്കാര്യത്തിൽ ഇടപെടുകയും ഈ കുമാരമംഗലത്തെ ഇവരുടെ വീടിന് സമീപം അന്വേഷണം നടത്തുകയും ചെയ്തു. അപ്പോൾ ഇളയ കുട്ടി സമീപത്ത് ഒരു വീട്ടിൽ അഭയം തേടിയിരിക്കുന്ന ഒരു സ്ഥിതിഗതിയാണ് ഉണ്ടായത്. പിന്നീട് കുട്ടിയോട് വിവരങ്ങൾ ചോദിക്കുകയും രണ്ടാനച്ഛൻ തങ്ങളെ ക്രൂരമായി മർദ്ദിച്ചു എന്ന് പറയുകയുമായിരുന്നു. ഇളയ കുട്ടി ഇപ്പോൾ ചൈൽഡ് ലൈനിന്റെ കൈവശമാണുള്ളത്. തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുന്നു. ഇവരുടെ ഒരു ബന്ധുവിനെയും വലിയമ്മയും ഒപ്പം ഇപ്പോൾ കൂട്ടിയിട്ടുണ്ട്. എന്തായാലും കൊടിയ ക്രൂരത ഈ കുട്ടികളോട് കഴിഞ്ഞ ഏതാനും നാളുകളായി തന്നെ ഈ രണ്ടാനച്ഛൻ ചെയ്തിരുന്നു എന്നാണ് ഇപ്പോൾ അന്വേഷണത്തിൽ നിന്ന്
ചൈൽഡ് ലൈനിന് മനസ്സിലാകുന്നത്. ശരി, എം എസ് അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം രണ്ടാനച്ഛൻ കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചിരുന്നുവെന്ന് ചൈൽഡ് ലൈൻ പ്രവർത്തകർ അറിയിച്ചു. കുട്ടിക്ക് വീണു പരിക്കേറ്റുവെന്നാണ് അമ്മയുടെ മൊഴി. എന്നാൽ രണ്ടാനച്ഛൻ ക്രൂരമായി മർദ്ദിച്ചിരുന്നതായി ഇളയ കുട്ടിയുടെ മൊഴിയുണ്ട്. ശക്തമായ നടപടി സ്വീകരിക്കാൻ പോലീസ് നിർദ്ദേശം നൽകിയതായി ശിശുക്ഷേമ സമിതി ചെയർമാൻ പ്രൊഫസർ ജോസഫ് അഗസ്റ്റിൻ അറിയിച്ചു. കുട്ടിക്ക് വീണ് പരിക്കേറ്റു എന്നാണ് മാതാപിതാക്കൾ ആശുപത്രിയിൽ അറിയിച്ചതെങ്കിലും ഡോക്ടറുടെ പരിശോധനയിൽ മാരകമായ ക്ഷതം കൊച്ചിന് ആരോ ഏൽപ്പിച്ചതാണ് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ചൈൽഡ് ലൈനെ അറിയിക്കുകയും ചൈൽഡ് ലൈൻ ഇടുക്കി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുകയും മനസ്സിലാക്കാൻ കഴിഞ്ഞത് കുട്ടിയെ രണ്ടാനച്ഛൻ വളരെ ക്രൂരമായി ആക്രമിക്കുകയും അടിക്കുകയും പരിക്കേൽപ്പിക്കുകയും അബോധാവസ്ഥയിലായി എന്നാണ് കൊച്ചുകുട്ടിയുടെ മൊഴി. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കേസെടുക്കണം എന്ന് തൊടുപുഴ പോലീസിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കോഴിക്കോട്ടെ അതിഥി കട്ടപ്പനയിലെ ഷഫീഖ് ഇപ്പോൾ തൊടുപുഴയിലെ 7 വയസ്സുകാരനും. പട്ടിണിക്കിട്ടാണ് രണ്ടാനമ്മ അതിഥിയെ ഉപദ്രവിച്ചത്. നാളുകൾ നീണ്ട പീഡനത്തിന് ശേഷം അതിഥിയുടെ മരണത്തോടെയാണ് വിവരം പുറം ലോകം അറിഞ്ഞത്. കട്ടപ്പനയിലെ ഷഫീഖിനെ രണ്ടാനച്ഛൻ വലിച്ചെറിയുകയായിരുന്നു. കട്ടിലിന്റെ കാലിൽ തലയിടിച്ചു വീണ ഷഫീഖ് നാളുകൾ നീണ്ട ചികിത്സയ്ക്ക് ശേഷമാണ് സാധാരണ നിലയിലെത്തിയത്. കുട്ടികൾക്ക് നേരെ നിരവധി ക്രൂരതകളുടെ വാർത്തകളാണ് പലപ്പോഴും പുറത്തുവരുന്നത്. തൊടുപുഴയിലെ സംഭവത്തിൽ കുട്ടിയെ രണ്ടാനച്ഛൻ ക്രൂരമായി മർദ്ദിച്ചിരുന്നെന്ന ഇളയ കുട്ടിയുടെ മൊഴിയാണ് നിർണായകമായിരിക്കുന്നത്. വീണതാണെന്നാണ് കുട്ടിയുടെ അമ്മ പറയുന്നത്. കുട്ടിയെ മർദ്ദിച്ച രണ്ടാനച്ഛൻ ലഹരിക്കടിമയാണെന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്തു തന്നെയായാലും കുഞ്ഞുങ്ങളോടുള്ള ഈ ക്രൂരതയ്ക്ക് യാതൊരു ന്യായീകരണവുമില്ല. വീടുകളിൽ കുട്ടികൾ സുരക്ഷിതരല്ലാത്തത് എന്തുകൊണ്ട് എന്ന വിഷയം തന്നെയാണ് ഗൗരവമായി നമ്മൾ ചർച്ച ചെയ്യേണ്ടതും. കാർഷിക വായ്പകൾക്കുള്ള മൊറട്ടോറിയത്തിന്റെ കാലാവധി നീട്ടാനുള്ള ഫയൽ മടക്കി അയച്ച മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയ്ക്ക് സർക്കാർ മറുപടി നൽകി. കർഷകരുടെ ദുരിതവും ദയനീയാവസ്ഥയും പരിഗണിച്ച് മന്ത്രിസഭ സ്വീകരിച്ച തീരുമാനമാണിതെന്ന് മറുപടിയിൽ സർക്കാർ വിശദീകരിച്ചു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുൻപാണ് മന്ത്രിസഭ തീരുമാനമെടുത്തതെന്നും മറുപടിയിൽ പറയുന്നു. വിവരങ്ങളുമായി വി അരുൺ ചേരുകയാണ്. അരുൺ, ഈ മൊറട്ടോറിയം വിഷയത്തിൽ തന്നെയാണ് ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ടിക്കാറാം മീണ സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചതും. ഇതിലിപ്പോൾ എന്താണ് സർക്കാരിന്റെ ഒരു വിശദീകരണം വന്നിരിക്കുന്നത്? ദിവ്യ, മൊറട്ടോറിയം വിഷയത്തിൽ സർക്കാർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് മറുപടി നൽകി. നേരത്തെ ഫയൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ ഫയലിൽ വ്യക്തതയില്ല, എന്തുകൊണ്ടാണ് ഇത്തരമൊരു സാഹചര്യം ഉണ്ടായത്, എന്തുകൊണ്ട് മൊറട്ടോറിയത്തിന്റെ കാലാവധി ദീർഘിപ്പിക്കണം എന്നീ കാര്യങ്ങളിൽ വ്യക്തതയില്ല. അക്കാര്യത്തിൽ വ്യക്തത വേണമെന്നാവശ്യപ്പെട്ട് ഫയൽ മടക്കി നൽകിയിരുന്നു. ഇന്നലെ രാത്രി വൈകി ഈ ഫയലിന് മറുപടി നൽകിയിട്ടുണ്ട് സംസ്ഥാന ചീഫ് സെക്രട്ടറി. പക്ഷേ രാത്രി വൈകി തെരഞ്ഞെടുപ്പ് ഓഫീസറുമായി ബന്ധപ്പെടുമ്പോഴും അദ്ദേഹത്തിന് ഈ ഫയൽ ലഭിച്ചിട്ടില്ല. പക്ഷേ സർക്കാർ അവകാശപ്പെടുന്നത് ഫയൽ നൽകിയെന്നാണ്. ഒരു പക്ഷേ ഓഫീസ് വഴി നൽകിയിരിക്കാം. അതിൽ പറയുന്നത് ഇത്തരം കാര്യങ്ങളാണ്. കർഷകരുടെ ദുരിതവും അവരുടെ ദയനീയ അവസ്ഥയും പരിഗണിച്ചാണ് മന്ത്രിസഭ ഇത്തരത്തിൽ മൊറട്ടോറിയത്തിന്റെ കാലാവധി ഡിസംബർ വരെ ദീർഘിപ്പിക്കാൻ തീരുമാനമെടുത്തത്. എന്നാൽ സാങ്കേതിക തടസ്സങ്ങൾ കാരണം അതിന് ഉത്തരവിറക്കാനായില്ല. അപ്പോഴേക്കും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. ഈ കർഷകരുടെ അവസ്ഥ വളരെ ദയനീയമാണ്. അതുകൊണ്ട് തന്നെ അവർ ഈ മൊറട്ടോറിയം ദീർഘിപ്പിക്കാൻ അനുമതി നൽകണമെന്നാണ് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചീഫ് സെക്രട്ടറി വിശദീകരണ കുറിപ്പിലും അതുതന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ ഇതിൽ വിശദീകരണം നൽകിയതില്ല, പകരം ഒരു ഭരണപരമായ ഫയൽ മാത്രം അയക്കുകയായിരുന്നു ചീഫ് സെക്രട്ടറി ചെയ്തത്. അതാണ് വലിയ വിമർശനം ഇടയാക്കിയത്. ന്യൂസ് 18നോടുള്ള വെളിപ്പെടുത്തലിലും ചീഫ് സെക്രട്ടറി ടിക്കാറാം മീണ വളരെ വലിയ വിമർശനമാണ് സർക്കാരിനെതിരെ, ചീഫ് സെക്രട്ടറിക്കെതിരെ ഉന്നയിച്ചത്. പക്ഷേ ഇപ്പോൾ സർക്കാർ അതിന് മറുപടി നൽകിയിരിക്കുന്നു. സിഐയുടെ ഓഫീസിൽ നിന്ന് ഇതിന് സ്ഥിരീകരണം ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും മറുപടി നൽകിയത് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിശ്വസനീയമായ വിവരം. ശരി, വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിന്റെ 14ാം സ്ഥാനാർത്ഥി പട്ടികയിലും വയനാടും വടകരയും ഇല്ല. ഗുജറാത്ത്, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ 31 സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് അർദ്ധരാത്രിയിൽ പുറത്തുവിട്ടത്. വയനാട്ടിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതിൽ സംസ്ഥാന നേതാക്കൾ രാഹുൽ ഗാന്ധി ആശങ്ക അറിയിച്ചു. അനിശ്ചിതത്വം സംസ്ഥാനത്തെ പ്രചാരണത്തെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്നും നേതാക്കൾ അറിയിച്ചു. അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ തീരുമാനം വ്യക്തമാക്കുമെന്ന് കരുതിയ തിരഞ്ഞെടുപ്പ് സമിതി യോഗത്തിലും രാഹുൽ നിലപാട് വ്യക്തമാക്കിയില്ല. ബീഹാർ, ഉത്തർപ്രദേശ്, അസം എന്നിവിടങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയത്തെപ്പറ്റി മാത്രമായിരുന്നു ചർച്ച. തീരുമാനം പ്രതീക്ഷിച്ച കേരളത്തിൽ നടക്കമുള്ള നേതാക്കളെ നിരാശരാക്കിക്കൊണ്ടാണ് രാഹുലിന്റെ മൗനം. ഇതോടെ വയനാട്, വടകര മണ്ഡലങ്ങളിലെ പ്രഖ്യാപനം വൈകുന്നതിൽ കേരള നേതാക്കൾ ഹൈക്കമാൻഡിനെ ആശങ്ക അറിയിച്ചു. പ്രചാരണത്തെ ഇത് പ്രതികൂലമായി ബാധിക്കുന്നു. അണികൾക്കിടയിൽ ആവേശം ചോർന്നതിനാൽ ഇനി രാഹുൽ വരേണ്ടത് അനിവാര്യമെന്നാണ് ഇവർ നൽകിയ സന്ദേശം. എന്നിട്ടും രാഹുൽ കൃത്യമായ മറുപടി നൽകിയില്ലെന്നാണ് സൂചന. രാഹുൽ വയനാട്ടിൽ മത്സരിക്കാൻ സാധ്യത മങ്ങുമ്പോഴും
എന്തുകൊണ്ട് അന്തിമ തീരുമാനം വ്യക്തമാക്കുന്നില്ലെന്നതാണ് നേതാക്കളെ കുഴക്കുന്ന ചോദ്യം. UPA കക്ഷി നേതാക്കളായ ശരത് പവാർ, ദേവഗൌഡ എന്നിവരും ശരത് യാദവും കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരെ രാഹുൽ മത്സരിക്കരുതെന്ന ആവശ്യം ശക്തമായി ഉന്നയിച്ചിരുന്നു. മുഖ്യശത്രു BJP ആയതിനാൽ കർണാടകയിൽ മത്സരിക്കണമെന്നാണ് ഇവരുടെ അഭിപ്രായം. എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18, ഡൽഹി. കേരളം കാര്യമായി ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതായിരിക്കും: രാഹുൽ വരുമോ വയനാട്ടിലേക്ക്? 6 ദിവസമായി ഈ ചോദ്യം പലവട്ടമായി ഉന്നയിക്കപ്പെടുന്നു. വ്യക്തമായി മറുപടി നൽകേണ്ട കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വമാകട്ടെ ഒന്നും കൃത്യമായി പറഞ്ഞിട്ടില്ല. കേരളത്തിലെ നേതാക്കളാണ് രാഹുൽ വയനാട്ടിൽ മത്സരിക്കുമെന്ന് ആദ്യം തന്നെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയത്. പ്രചാരണം പല ഘട്ടങ്ങൾ പിന്നിടേണ്ട സമയത്തും കോൺഗ്രസിനെ സംബന്ധിച്ച് ഏതാണ്ട് ഉറപ്പായ മണ്ഡലമായ വയനാട്ടിലും പ്രസ്റ്റീജ് പോരാട്ടം നടക്കുന്ന വടകരയിലും സ്ഥാനാർത്ഥികളാകാത്തത് മുന്നണിയെ വലിയ തോതിൽ ആശങ്കയിലാക്കുന്നുണ്ട്. കോൺഗ്രസ് പ്രവർത്തകർക്ക് നിരാശയും. ഈ വികാരം നേതാക്കൾ രാഹുൽ ഗാന്ധിയെ നേരിട്ട് തന്നെ അറിയിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. തീരുമാനം വൈകുന്നത് ഇരു മണ്ഡലങ്ങളിലെയും ഫലത്തെ ബാധിക്കുമോ എന്ന കാര്യത്തിൽ നേതാക്കൾക്ക് തന്നെ ആശങ്കയുണ്ട്. രാഷ്ട്രീയ കേരളം ചോദിക്കുന്നു: വടകരയിലും വയനാട്ടിലും തീരുമാനമെടുക്കാൻ തടസ്സമെന്ത്? തെരഞ്ഞെടുപ്പ് പോരാട്ടം ചൂടുപിടിച്ചതോടെ ദേശീയ നേതാക്കൾ റാലികളിൽ സജീവമായി. പ്രധാനമന്ത്രി ഇന്ന് ഒഡീഷ ഉൾപ്പെടെ 3 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ സംസാരിക്കും. ഹരിയാനയിലാണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ പര്യടനം. പ്രിയങ്ക ഗാന്ധി ഇന്ന് അയോധ്യയിലെത്തും. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന് 2 ആഴ്ച മാത്രം ശേഷിക്കെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെല്ലാം പ്രചാരണ ചൂടിലാണ്. 125 റാലികളിൽ പങ്കെടുക്കുന്ന നരേന്ദ്രമോദിയുടെ പ്രചാരണത്തിന് ഇന്നലെ ഉത്തർപ്രദേശിൽ തുടക്കമായിരുന്നു. ഒഡീഷയിലെ ജയ്പൂരിൽ ഇന്ന് രാവിലെ 11 മണിക്ക് മോദി തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പങ്കെടുക്കും. 3 മണിക്ക് തെലങ്കാനയിലെ മഹബൂബ നഗറിലും 4 മണിക്ക് ആന്ധ്രാപ്രദേശിലെ കുർനൂലിലും റാലിയെ അഭിസംബോധന ചെയ്യും. BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ ബംഗാളിലും ബീഹാറിലും തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുക്കും. ഹരിയാനയിലാണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ പര്യടനം. ഉച്ചയ്ക്ക് 12:30 ജഗദ്രിയിൽ എത്തുന്ന രാഹുൽ പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യും. റഡാർ, ലാഡ്വ, ഇന്ദ്രി എന്നിവിടങ്ങളിൽ റാലികളിലും റോഡ് ഷോയിലും പങ്കെടുക്കും. ഉത്തർപ്രദേശിൽ പ്രചാരണം തുടരുന്ന പ്രിയങ്ക ഗാന്ധി ഇന്ന് ഫൈസാബാദ് മുതൽ അയോധ്യ വരെയുള്ള 50 കിലോമീറ്റർ റോഡ് ഷോയിൽ പങ്കെടുക്കും. അയോധ്യയിലെ ഹനുമാൻഗിരി ക്ഷേത്രത്തിലും പ്രിയങ്ക ദർശനം നടത്തും. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സംസ്ഥാനത്ത് ഇന്ന് കൂടുതൽ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ രാവിലെയാണ് പത്രിക സമർപ്പിക്കുക. മലപ്പുറത്തെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടി, പൊന്നാനിയിലെ ലീഗ് സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീർ എന്നിവരും ഇന്ന് പത്രിക സമർപ്പിക്കും. ആദ്യ ദിവസമായ ഇന്നലെ ഇടുക്കിയിലെ LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് അടക്കം 8 പേരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഏപ്രിൽ 4 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. പുൽവാമ ഭീകരാക്രമണത്തിൽ പാക് ഭീകര സംഘടനകളുടെ പങ്കു തെളിയിക്കാൻ ഇന്ത്യ നൽകിയ തെളിവുകൾ പാകിസ്ഥാൻ തള്ളി. ഇന്ത്യയുടെ കണ്ടെത്തലുകൾ ശരിയല്ലെന്ന് പാക് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. നിരാശാജനകമായ പ്രതികരണമെന്നാണ് ഇന്ത്യയുടെ മറുപടി. ഇന്ത്യ ചൂണ്ടിക്കാട്ടിയ 22 പ്രദേശങ്ങളിൽ പരിശോധന നടത്തിയെന്നും തീവ്രവാദി ക്യാമ്പുകൾ കണ്ടെത്താനായില്ലെന്നും പാകിസ്ഥാൻ പറയുന്നു. തെളിവുകൾ നൽകിയാൽ അന്വേഷിക്കാമെന്ന് പാകിസ്ഥാൻ ആവർത്തിച്ചു പറഞ്ഞപ്പോഴാണ് ഇന്ത്യ തെളിവുകൾ കൈമാറിയത്. ഇന്ത്യ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ 54 പേരെ ചോദ്യം ചെയ്തതായി ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറെ പാക് വിദേശകാര്യ സെക്രട്ടറി അറിയിച്ചു. ഇന്ത്യ അഭ്യർത്ഥിച്ചാൽ സംശയമുള്ള പ്രദേശങ്ങളിൽ സന്ദർശനം നടത്താൻ അനുവദിക്കാമെന്ന വാഗ്ദാനവും പാകിസ്ഥാൻ നൽകുന്നു. കൂടുതൽ തെളിവ് നൽകിയാൽ ഏത് അന്വേഷണത്തോടും സഹകരിക്കാമെന്നും പാക് വിദേശകാര്യ മന്ത്രാലയം പറയുന്നു. തെളിവുകൾ പാകിസ്ഥാൻ തള്ളിയത് നിർഭാഗ്യകരമാണെന്ന് ഇന്ത്യ പ്രതികരിച്ചു. ഭീകരർക്കെതിരെ നടപടിയെടുക്കുമെന്ന് പാകിസ്ഥാൻ നൽകിയ ഉറപ്പ് പാലിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സാമ്പത്തിക തട്ടിപ്പ് നടത്തി നാടുവിട്ട നീരവ് മോദിയുടെ ജാമ്യാപേക്ഷ ലണ്ടൻ കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ജാമ്യാപേക്ഷയെ ഇന്ത്യ ശക്തമായി എതിർക്കും. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നടത്തിയ വായ്പാ തട്ടിപ്പിന്റെ രേഖകളും കുറ്റപത്രത്തിന്റെ പകർപ്പും ഇന്ത്യ കോടതിയിൽ ഹാജരാക്കും. ഇന്ത്യയുടെ അഭിഭാഷകനെ സഹായിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും CBIയുടെയും ജോയിന്റ് ഡയറക്ടർമാരുടെ സംഘം ലണ്ടനിലെത്തിയിട്ടുണ്ട്. PNB വായ്പാ തട്ടിപ്പ് കേസിൽ ലണ്ടനിൽ റിമാൻഡിൽ കഴിയുന്ന നീരവ് മോദിയുടെ 2ാമത്തെ ജാമ്യാപേക്ഷ വെസ്റ്റ്മിനിസ്റ്റർ കോടതിയാണ് ഇന്ന് പരിഗണിക്കുന്നത്. 14,000 കോടി രൂപയുടെ വായ്പാ തട്ടിപ്പ് കേസിന്റെ രേഖകളും നീരവ് മോദിക്കെതിരെ സമർപ്പിച്ച കുറ്റപത്രം ഉൾപ്പെടെയുള്ളവയും ചൂണ്ടിക്കാട്ടി ഇന്ത്യ ജാമ്യാപേക്ഷയെ എതിർക്കും. കേസിൽ ഇന്ത്യക്ക് വേണ്ടി വാദിക്കുന്ന പ്രോസിക്യൂഷനെ സഹായിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും CBIയുടെയും സംയുക്ത സംഘം ലണ്ടനിൽ എത്തിയിട്ടുണ്ട്.
ഇന്ത്യൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആവശ്യപ്രകാരമാണ് ലണ്ടൻ പോലീസ് നീരവിനെ അറസ്റ്റ് ചെയ്തത്. നീരവ് മോദി സമർപ്പിച്ച ആദ്യ ജാമ്യാപേക്ഷ വെസ്റ്റ്മിനിസ്റ്റർ കോടതി നേരത്തെ തള്ളിയിരുന്നു. തട്ടിപ്പിന്റെ വ്യാപ്തി, രാജ്യം വിടാനുള്ള സാധ്യത എന്നിവ കണക്കിലെടുത്താണ് അന്ന് ജാമ്യാപേക്ഷ തള്ളിയത്. കോടതി അനുകൂല നിലപാട് സ്വീകരിച്ചാലും സാങ്കേതിക പ്രശ്നങ്ങളാൽ നീരവ് മോദിയെ തിരികെ എത്തിക്കുവാനുള്ള നടപടികൾ നീളുമെന്നാണ് വിവരം. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. സുനന്ദ പുഷ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ശശി തരൂരിനെതിരായ കേസ് ഡൽഹി സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും. കേസിലെ രേഖകൾ മൂന്നാം കക്ഷിക്ക് നൽകരുതെന്ന അഡീഷണൽ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിൽ പ്രോസിക്യൂഷൻ ഭേദഗതി ആവശ്യപ്പെടും. രേഖകൾ പങ്കുവയ്ക്കേണ്ട വിശദീകരിക്കാൻ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് കോടതി നിർദ്ദേശം നൽകിയിരുന്നു. കേസിലെ വിചാരണ നടപടികളെപ്പറ്റിയും കോടതി ഇന്ന് അറിയിച്ചേക്കും. ലാവ്ലിൻ കേസ് തിങ്കളാഴ്ച സുപ്രീം കോടതി പരിഗണിക്കും. പിണറായി വിജയനെതിരെ CBI നൽകിയ അപ്പീലടക്കമുള്ള ലാവ്ലിൻ കേസിലെ ഹർജികളാണ് കോടതി പരിഗണിക്കുക. ജസ്റ്റിസുമാരായ NV രമണ, ശാന്തനഗൌഡർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. ഹോളി അവധിക്ക് ശേഷം പരിഗണിക്കുമെന്ന് കോടതി നേരത്തെ അറിയിച്ചിരുന്നു. വിശദമായ വാദത്തിനായി ചൊവ്വ, ബുധൻ, വ്യാഴം എന്നീ നോൺ മിസ്ലേനിയസ് ദിവസങ്ങളിൽ ലാവ്ലിൻ കേസ് കേൾക്കണമെന്ന CBI ആവശ്യം സുപ്രീം കോടതി അംഗീകരിക്കുകയായിരുന്നു. എന്നാൽ സുപ്രീം കോടതി രജിസ്ട്രി ഹർജികളിൽ വീണ്ടും മിസ്ലേനിയസ് ദിവസമായ തിങ്കളാഴ്ചയാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബ്രെക്സിറ്റ് കരാർ പാസാക്കിയാൽ പ്രധാനമന്ത്രി പദമൊഴിയാമെന്ന തെരേസ മേയുടെ പ്രഖ്യാപനത്തിനു ശേഷവും ബ്രെക്സിറ്റ് നടപ്പാക്കുമോ എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. കരാർ ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ന് വീണ്ടും വോട്ടിനിടും. പാർലമെന്റ് പ്രത്യേക സമ്മേളനം കൂടി ബ്രെക്സിറ്റിലെ പിൻവാങ്ങൽ കരാർ മാത്രം വോട്ടിനിടാനുള്ള തീരുമാനമാണ് ഇപ്പോൾ കൈക്കൊണ്ടിട്ടുള്ളത്. പിൻവാങ്ങൽ കരാറും രാഷ്ട്രീയ കരാറും ഇതിനു മുൻപ് ഒന്നിച്ചാണ് വോട്ടിനിട്ടിരുന്നത്. 2 തവണയും കരാർ പരാജയപ്പെട്ടിരുന്നു. കരാർ പാസാക്കിയാൽ പ്രധാനമന്ത്രി പദമൊഴിയാമെന്ന് തെരേസ മേയുടെ പ്രഖ്യാപനമുണ്ടെങ്കിലും ഇത് നടപ്പിലാക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് സൂചന. ന്യൂസിലാൻഡിലെ ക്രൈസ്റ്റ് ചർച്ചിലുണ്ടായ വെടിവയ്പിൽ കൊല്ലപ്പെട്ടവർക്കായി ഇസ്ലാം മതസ്ഥർ പ്രത്യേക പ്രാർത്ഥന നടത്തി. ഇന്റർഫെയ്ത്ത് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ വെടിവയ്പിൽ കൊല്ലപ്പെട്ട 50 പേരെയും പ്രത്യേകം സ്മരിച്ചു. ക്രൈസ്റ്റ് ചർച്ചിലെ ഹേഗ്ലി പാർക്കിൽ നടന്ന ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. വെനസ്വേലയിൽ പ്രതിപക്ഷ നേതാവ് ജുവാൻ ഗോയ്ഡോയ്ക്ക് 15 വർഷത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കുന്നതിന് സർക്കാർ വിലക്ക് ഏർപ്പെടുത്തി. രാജ്യത്തിന്റെ ഓഡിറ്റർ ജനറലാണ് പുതിയ വിലക്ക് പ്രഖ്യാപിച്ചത്. എന്നാൽ വിലക്ക് നിലനിൽക്കില്ലെന്ന് ഗോയ്ഡോ പറഞ്ഞു. ഈ വർഷം ജനുവരി മുതൽ സ്വയം പ്രഖ്യാപിത പ്രസിഡന്റായി തുടരുന്ന ജുവാൻ ഗോയ്ഡോയുടെ US ഉൾപ്പെടെയുള്ള 50-ലധികം രാജ്യങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ട്. ദേശീയ കൌൺസിലിലേക്കുള്ള കാലാവധി കഴിയുന്നതോടെ വീണ്ടും തെരഞ്ഞെടുപ്പിൽ ഗോയ്ഡോ മത്സരിക്കാതിരിക്കാനാണ് സർക്കാരിന്റെ പുതിയ നീക്കം. വെനസ്വേലയിൽ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയ്ക്കെതിരെ നടക്കുന്ന പ്രതിഷേധങ്ങൾ ശക്തമായതിനെ തുടർന്നാണ് പ്രതിപക്ഷ നേതാവായ ജുവാൻ ഗോയ്ഡോ പ്രസിഡന്റ് സ്ഥാനം സ്വയം ഏറ്റെടുത്തതായി പ്രഖ്യാപിച്ചത്. അതിനിടെ രാജ്യത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ അയവില്ലാതെ തുടരുകയാണ്. പാലക്കാട് കൂറ്റനാട് ഷോപ്പിംഗ് മാളിൽ വൻ തീപിടുത്തം. 4 നില കെട്ടിടത്തിന്റെ 3 നിലകൾ പൂർണ്ണമായും കത്തിനശിച്ചു. ലക്ഷക്കണക്കിന് രൂപയുടെ സാധന സാമഗ്രികൾ അഗ്നിക്കിരയായി. ഷൊർണൂരിൽ നിന്നും കുന്നംകുളത്തു നിന്നുമുള്ള ഫയർഫോഴ്സ് സംഘം രാത്രി വൈകിയെത്തിയാണ് തീയണച്ചത്. തീപിടുത്തത്തിന്റെ കാരണം അറിയാൻ ഇന്ന് വിശദമായ പരിശോധന നടത്തും.